എല്ലാ കൂട്ടുകാർക്കും P2 ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദ നൈറ്റ് ഓഫ് സ്കോർപ്പിയൻ. നിസീം ഇസേക്കിയലിൻ്റെ മദറിന് തേളിൻ്റെ കുത്തേൽക്കുകയാണ്. ഇസേക്കിയൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ അധികരിച്ച് നടത്തിയിട്ടുള്ള ഒരു കവിതയാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, തേളിൻ്റെ രാത്രി. ദ പോയറ്റ്സ് മദർ, കവിയുടെ അമ്മ, വാസ് സ്റ്റങ്, കുത്തേറ്റു, ബൈ എ സ്കോർപ്പിയൻ, ഒരു തേള്. ഒരു സ്കോർപ്പിയൻ വന്ന് പോയറ്റിൻ്റെ മദറിനെ സ്റ്റങ് ചെയ്തു. സ്റ്റങ് മീൻസ് കുത്തി എന്നുള്ള അർത്ഥമാണ്. സ്റ്റങ്. ദ സ്കോർപിയോ വാസ് ഹിഡൻ, എന്നിട്ട് ആ തേള് ഒളിച്ചിരുന്നു. അണ്ടർ റൈസ് ബാഗ്, അരിച്ചാക്കിന് താഴെ. ടു എസ്കേപ്പ് റെയിൻ, മഴയെ രക്ഷപ്പെടാനാണ്. മഴയുള്ള രാത്രിയായിരുന്നു അത്. ഇങ്ങനെ പോയറ്റിൻ്റെ അമ്മക്ക് തേളിൻ്റെ കുത്തേറ്റു എന്നറിഞ്ഞപ്പോൾ അയൽവാസികളായ കർഷകരൊക്കെ തേനീച്ചക്കൂട്ടം പോലെ അവിടെ ഒരുമിച്ച് കൂടി. പെസൻസ് ഗാദേർഡ്, കർഷകർ ഒരുമിച്ച് കൂടി. എറൗണ്ട് ഹൗസ്, വീടിന് ചുറ്റും. ലൈക്ക് സ്വാം ഓഫ് ബീസ്, തേനീച്ചക്കൂട്ടം പോലെ അവർ ഒരുമിച്ച് കൂടി. ദേ യൂസ്ഡ് മാജിക്, അവർ മന്ത്രം ഉപയോഗിച്ചു. ആൻഡ് മന്ത്രാസ്, മന്ത്രോച്ചാരണങ്ങൾ നടത്തി. ടു സ്റ്റോപ്പ് വെനം, ആ വിഷം ഏൽക്കാതിരിക്കാൻ. പക്ഷേ ഇവരുടെ ഫാദർ ഇത്തിരി യുക്തിചിന്തയുള്ള ആളാണ്. ഫാദർ വാസ് റാഷണൽ. ഇവരുടെ ഫാദർ ഇത്തിരി റാഷണലാണ്. ഹീ ട്രൈഡ്, അദ്ദേഹം ശ്രമിച്ചു. സയൻറ്റിഫിക് റെമഡീസ്, ശാസ്ത്രീയമായ പരിഹാരങ്ങളൊക്കെ ശ്രമിച്ചു. ഹീ പോർഡ്, അദ്ദേഹം ഒഴിച്ചു. പാരഫിൻ ഒഴിച്ചു. ഓൺ ദ സ്റ്റിങ്, കടിയേറ്റ ഭാഗത്ത്. പക്ഷേ നത്തിങ് വർക്ക്ഡ്, ഒന്നും വർക്കൗട്ടായില്ല. ഈ സമയത്തൊക്കെ ദ മദർ എൻഡ്യൂഴ്സ്, അമ്മ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇമ്മെൻസ് പെയിൻ, ശക്തമായ വേദന. ബട്ട് റിമെയിൻ സ്ട്രോങ്, എന്നിട്ടും അമ്മ ഒരു ശക്തിയായ സ്ത്രീയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇത് വിഷം കുറഞ്ഞൊരു ഒരു തേളാണ്. തേളൊക്കെ കടിച്ചാൽ വിഷം കുറഞ്ഞ തേളാണെങ്കിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അറ്റ് ലാസ്റ്റ്, അവസാനം മദർ വാസ് റിക്കവേർഡ്, അമ്മയുടെ അസുഖം ഭേദമായി. മദർ വാസ് റിക്കവേർഡായി. മദർ താങ്ക്ഡ് ഗോഡ്, അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹു സേവ്ഡ് ഹർ ചിൽഡ്രൻ, തൻ്റെ മക്കളെ രക്ഷപ്പെടുത്തിയല്ലോ, മക്കൾക്ക് കുത്തേറ്റില്ലല്ലോ എന്ന് ആശ്വസിച്ചു ആ അമ്മ.